തിരുവനന്തപുരം മായനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി കേസെടുത്തതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ആയനാട് ജംഗ്ഷനിൽ ശ്രീജിയുടെ മൃതദേഹം എത്തിച്ചപ്പോഴാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. സഫാൻ വി പി ചേരുന്നുണ്ട്. സഫാൻ, എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയത്? കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നാലെ നേതാക്കളുടെ പ്രതികരണം എന്താണ്? സച്ചിൻ, രാവിലെയാണ് ആര്യനാട് പഞ്ചായത്തിലെ 12ാം വാർഡംഗമായ ശ്രീജയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആസിഡ് കുടിച്ചതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനെ തുടർന്ന് CPM-നെതിരെ വലിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉയർത്തിയിരുന്നത്. ശ്രീജയുടെ മരണത്തിൽ CPM-ന് കൃത്യമായ പങ്കുണ്ടെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. ശ്രീജയ്ക്ക് വ്യക്തിപരമായി ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു പൊതുയോഗം നടത്തിയിരുന്നു. ഇതിൽ വ്യക്തി അധിക്ഷേപം വരെ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്, അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് ശ്രീജ പോയത് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. രാവിലെ ആശുപത്രിയിൽ എത്തിച്ച പ്രതിഷേധത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് ആര്യനാട് ജംഗ്ഷനിൽ കാണാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശ്രീജയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 5:45 കൂടി മൃതദേഹം ആര്യനാട് ജംഗ്ഷനിൽ എത്തിച്ചു. ഇതിനുശേഷം റോഡ് ഉപരോധിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത്. ബിന്ദു കൃഷ്ണ, ശബരിനാഥ് തുടങ്ങിയ സംസ്ഥാന നേതാക്കളും ഇവിടെ എത്തിയിരുന്നു. മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞു വെച്ചു. ഈ ശ്രീജയുടെ ഭർത്താവായ ജഗൻമോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ആവശ്യം. കേസെടുത്ത് FIR തങ്ങൾക്ക് കാണിച്ചു തന്നാൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞ് വലിയൊരു സംഘർഷം വരെ ഉണ്ടാക്കി. ഒടുവിൽ ഡിവൈഎസ്പി എത്തി അനുനയ ചർച്ചകൾ വരെ ഉണ്ടായി. എന്നാൽ ഇതിന് ശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. FIR-ന്റെ കോപ്പി, ഇതുമായി ബന്ധപ്പെട്ടുള്ള FIR-ന്റെ കോപ്പി തങ്ങൾക്ക് ലഭിച്ചാലേ പിരിഞ്ഞു പോവുകയുള്ളെന്ന നിലപാടെടുത്തു. നേതാക്കൾ സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീടാണ് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുകയും പോലീസ് ഈ 4 പേർക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ഉൾപ്പെടെയുള്ള DYFI നേതാക്കൾ അടക്കമുള്ള 4 പേർക്ക് ഇന്നലെ പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാക്കിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്ത ഉറപ്പിന് മേൽ ഇപ്പോൾ താൽക്കാലികമായി തങ്ങൾ പിരിഞ്ഞു പോവുക എന്ന നിലയിലാണ് ഈ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ അവസാനിപ്പിച്ചിട്ടുള്ളത്. സച്ചിൻ.